അല്ല കൂട്ടുകാരി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ മുരിങ്ങൂർ വീട്ടിലേക്ക് വന്നേക്കാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കപ്പേളയിൽ പെരുന്നാളുണ്ട്. ചെറിയൊരു കപ്പേളുണ്ട്, സെൻറ്റ് റോക്കീസ് കപ്പേള. അപ്പം അവിടെ ആ പെരുന്നാളിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ വന്നു, വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് എൻ്റെ ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൊണ്ടാക്കി. ഞാൻ പിള്ളേരിപ്പോൾ ഇവിടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഇഡലി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. പൊട്ടിരി ഇത് ഐബ്രോ പെൻസിലൂടെ എൻ്റെ മോള് കുത്തിയതാണ് കേട്ടോ, ഞാനിത് കണ്ടില്ല. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, ഞാനിവിടെ വന്നാൽ പൊതുവേ കറിയൊന്നും വെക്കാറില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്താ കറി എന്നൊക്കെ ചോദിച്ചാൽ തിന്നൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതേ അമ്മയ്ക്ക് ചെറിയ വയ്യായിയൊക്കെ ഉണ്ട് കൈക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഒന്ന് ഓക്കെ ആയി വരുന്നു. അപ്പം ഞാൻ ദേ ഇവിടെ രാവിലെ ബീറ്റ്റൂട്ട് ഉപ്പേരിയൊക്കെ വെച്ചായിരുന്നു. കായ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെന്താ ഇട്ടായിരുന്നു, ഞാൻ ഉരുളൻകിഴങ്ങ്, ഇതൊക്കെ കൂടി ഒരു ഉപ്പേരി വെച്ചായിരുന്നു. പിന്നെ എനിക്ക് ചിക്കൻ കറി ഇപ്പോൾ ദേ വെച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ ചോറിനാൻ വേണ്ടി ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണ് ഉപ്പേരിയാണ്. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, കായ, ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന കറിയൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കി, അത്ര തന്നെ. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല അരിച്ചോറുണ്ട്, അത് കൂട്ടി അങ്ങോട്ട് ചോറിടണം. ഇത് നമ്മുടെ സ്വന്തം ചിക്കൻ ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ വെച്ചാണ്. ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ചിക്കനൊക്കെ ഇട്ട് നമുക്കൊരു പിടി പിടിക്കാം അല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടി ചോറുണ്ടിട്ടെ. ഞാൻ എൻ്റെ വിശാലമായ ചോറ് പാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ടായത്, കറികളൊക്കെ എന്തൊക്കെയായിരുന്നു? അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാം. സീ യു.